ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരമൊരു പോസ്റ്റ് പ്രചരിക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ വ്യക്തിപരമായി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്, ഒരു പടം വരികയും അത് പിന്നെ വ്യാപകമായി തന്നെ സൈബർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് മുസ്ലിം ലീഗ് മലപ്പുറം പോലീസിൽ പരാതി നൽകിയത്. സൈബർ പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. BNSന്റെ ആക്ട് 192 തുടർന്ന് 336 വകുപ്പുകളും അതുപോലെ തന്നെ IT ആക്ടിന് 66C കേരള പോലീസ് ആക്ട് 120 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. വ്യാജരേഖ ചമക്കൽ, അപകീർത്തിപ്പെടുത്തൽ, പ്രകോപനം സൃഷ്ടിക്കൽ, കലാപം സൃഷ്ടിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ബാക്കി തുടർ അന്വേഷണം നടത്തിയതിനു ശേഷം ബാക്കി നടപടികളിലേക്ക് പോകുമെന്ന് മലപ്പുറം സൈബർ പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നലെ വൈകുന്നേരമാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. ഏക പോസ്റ്റ് ഈ അടുത്തിടെ ഉണ്ടാക്കിയ ഒരു FB അക്കൗണ്ടാണ്. ഈ ഒരൊറ്റ പോസ്റ്റ് മാത്രമാണ് FB അക്കൗണ്ടിൽ വന്നിരിക്കുന്നത്. ഇതിൽ പ്രാഥമികമായി പോലീസ് മനസ്സിലാകുന്ന VPN ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരൊറ്റ ഈ ഒരു പോസ്റ്റിംഗ് ആണ്. മാത്രമല്ല ഇന്ത്യയുടെ പുറത്തുനിന്നാണ് ഈ പോസ്റ്റിംഗ് വന്നിരിക്കുന്നത്. ഇതിൽ മറ്റൊരു വിവാദം കൂടി ഇതിൽ കണക്കുന്നതെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള CPM സൈബർ ഹാൻഡിൽ പ്രധാനപ്പെട്ട ഒരു അഫ്സൽ പാണക്കാട് എന്ന് പറയുന്ന ഒരു FB പോസ്റ്റ് മാത്രമാണ് ഈ പോസ്റ്റിൽ ഏക ഫോളോവറായിട്ട് ഉണ്ടായിരുന്നത്. അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഇപ്പോൾ സൈബർ വാർ കൂടി നടക്കുന്നുണ്ട്. അതായത് അഫ്സൽ പാണക്കാടാണ് ഈ സൈബർ പോസ്റ്റിന് പിന്നിലെന്ന രീതിയിൽ വ്യാപകമായി തന്നെ ലീഗ് പ്രൊഫൈലുകൾ അയാൾക്കെതിരെ ആക്രമണം ശക്തമാക്കുന്നു. അഫ്സൽ പാണക്കാട് വ്യക്തിപരമായി തന്നെ അദ്ദേഹം പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് താൻ. അതുകൊണ്ട് തന്നെ ഇതിൽ ഏതാണെന്ന് അറിയാതെ ഒരു പക്ഷേ ഫോളോ ചെയ്തായിരിക്കും. താൻ എന്തായാലും വ്യക്തിപരമായി തന്നെ ഒരു ആക്രമണത്തിന് പിന്നിലില്ല, സാദിഖ് തങ്ങൾക്കെതിരായ വ്യാജ ആരോപണങ്ങൾക്കും പ്രചരണങ്ങൾക്കും പിന്നിലില്ല എന്ന് പറഞ്ഞ് വിശദീകരിച്ചുകൊണ്ട് അഫ്സൽ പാണക്കാടും നിലപാടുമായി രംഗത്ത് എത്തിയിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാ മുസ്ലിം ലീഗ് നേതാക്കളും മാത്രമല്ല UDF നേതാക്കളും പൊതുവായ ആൾക്കാരൊക്കെ തന്നെ ഈ സൈബർ സാദിഖ് തങ്ങൾക്കെതിരെ പ്രചരണത്തിന് രംഗത്തുണ്ട്. KT ജലീലും ഇപ്പോൾ ഇത്തരം പ്രചരണങ്ങളെ കരുതിയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു പോസ്റ്റ് വരുന്നു, അതിന് പിന്നാലെ പരാതി വരുന്നു, അത് കേസെടുക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടത്തിയ സാദിഖ് തങ്ങളെ തേജോവധം ചെയ്യാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണെന്ന് തന്നെയാണ് ലീഗും UDFും കരുതുന്നത്. സ്വാഭാവികമായും വളരെ കർശനമായി, പ്രത്യേകിച്ച് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് അപ്പുറത്തേക്ക് സാദിഖ് തങ്ങൾക്കെതിരെ ആരോപണം നടത്തുന്നത് തന്നെ വളരെ ഗൌരവമായി തന്നെ, അതോടൊപ്പം തന്നെ വളരെ ഗൌരവത്തിൽ തന്നെ ഇതിനെതിരായ നടപടികളിലേക്ക് ലീഗ് കടന്നു. മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ശക്തമായ പ്രചരണങ്ങൾ അവർ അഴിച്ചുവിട്ടിട്ടുണ്ട്. എന്തായാലും ഈ അഫ്സൽ പാണക്കാട് ഫോളോവർ ആയത് സ്വാഭാവികമായിട്ടും ഏത് പുന്നാരമോൻ ഉണ്ടാക്കിയതാണെങ്കിലും ശരി, ലീഗുകാര് ഈ ഹരിത പതാക നെഞ്ചിലേറ്റുന്ന മക്കള് വല്ലാതെ അങ്ങ് പ്രകോപിതരായിട്ടുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയാണല്ലോ, അവർ പ്രകോപിതരാവാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഈ തെമ്മാടിത്തരം കാണിച്ചിരിക്കുന്നത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ലീഗ് പരാതി കൊടുത്തിട്ടുണ്ട്. അതൊരു ഒഫീഷ്യൽ നീക്കം മാത്രമാണ്. ആ പരാതിക്ക് പിന്നാലെ ആ പരാതി എവിടെ എത്തി, പരാതി അന്വേഷിച്ച് കണ്ടുപിടിച്ചോ എന്നൊന്നും ലീഗുകാർ നോക്കില്ല. ലീഗിന്റെ മക്കളുണ്ട്, നല്ല ചുണക്കുട്ടികളുണ്ട്. ഏത് പുന്നാര ഉമ്മാന്റെ പൂറ്റിന്ന് വന്ന മക്കളാണെങ്കിലും ശരി, കണ്ടുപിടിക്കുകയും ചെയ്യും, കൈകാര്യം ചെയ്യുകയും ചെയ്യും. അക്കാര്യത്തില് ഒരുത്തനും ഒരു തർക്കവും വേണ്ട. ഇത് പറയുമ്പോൾ നിങ്ങൾ പറയും അങ്ങനെയൊന്നും വാക്കുകൾ ഉപയോഗിക്കേണ്ട എന്ന്. ഇങ്ങനെയല്ല, കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെ അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അതിനി ഏത് പൊന്നാര മക്കളാണെങ്കിലും ശരി. സർട്ടിഫിക്കറ്റിൽ എഴുതി വെച്ച, ജനന സർട്ടിഫിക്കറ്റിൽ എഴുതി വെച്ച തന്തയാണോ ഇവന്റെ തന്ത എന്ന് ഇവനെ പെറ്റ തള്ളയോട് ചോദിച്ചാൽ ആ തള്ള ഇങ്ങനെ LMB വെച്ചിട്ട് കണക്ക് കൂട്ടും. എന്നിട്ട് പറയും ഇല്ല, അന്നത്തെ ദിവസം വന്ന് കയറി ഇറങ്ങി വരെ കൂട്ടത്തിൽ 1000 ആളുകളുണ്ട്, ആരുടേതാണെന്ന് എങ്ങനെയാണ് ഞാന് തറപ്പിച്ച് പറയുക എന്ന് പെറ്റ തള്ള ചോദിക്കും. ആര് ചോദിച്ചാലും ശരി, ചോദിച്ചിട്ടില്ലെങ്കിലും ശരി, തന്ത ആരാണെന്നും തപ്പി നടക്കുന്ന പരിപാടി ലീഗുകാർക്കില്ല. അത് ചെയ്യുകയുമില്ല. തന്തയല്ല പ്രാധാന്യം, ഏത് ഉണ്ടാക്കിയവനാണിത് ചെയ്തതെങ്കിലും. കാരണം മക്കളെ, ഇത് തീക്കളിയാ. പാണക്കാട് തങ്ങളോട് അത് വേണ്ട, ആ കളി വേണ്ട. ഈ നെറികെട്ട വൃത്തികെട്ട തെമ്മാടിത്തരം അത് പാണക്കാട് തങ്ങൾക്ക് നേരെ വേണ്ട. അത് അത്ര യോജിച്ച ഏർപ്പാടല്ല. ഏത് പുന്നാര മോനാണെങ്കിലും കൈകാര്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെന്തിനാ നിങ്ങൾ പരാതി കൊടുത്തേ? പരാതിയൊക്കെ ഞങ്ങൾ കൊടുക്കും, അതൊരു നിയമത്തിൻ്റെ വഴിയിൽ പോകുകയാണെന്ന് എല്ലാവർക്കും തോന്നാൻ വേണ്ടിയിട്ടാ. അങ്ങനെ തോന്നിയാൽ മതി, തുറന്ന് പറയാ. അത് തോന്നാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏത് ഷാനു ആയാലും ശരി, ഇനി ഏത് അഫ്സൽ പാണക്കാടാണെങ്കിലും ശരി, ഇനി ദുബൈയിലല്ല മസ്കറ്റിലല്ല എവിടെ ഇരുന്നിട്ട് ഉണ്ടാക്കിയതാണെങ്കിലും ശരി, അടിച്ച് പണ്ടാറടക്കിയിട്ട് ഇനി ബാക്കി കാര്യമുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ഏർപ്പാടുകൾ തുടങ്ങിയിട്ട് കുറെ കാലമായിട്ടുണ്ട്. നിങ്ങൾക്കൊരു കാര്യം ഇപ്പോൾ ഉറപ്പിച്ചോ? ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ? വടകരയിലെ മണ്ണിൽ ഷാഫി പറമ്പിൽ ഇറങ്ങിയ ദിവസം അന്ന് കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കിയതാ. ആരാ ഇറക്കിയത്? KK ശൈലജ എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡ്.
ആ ഫ്രോഡ് ഇറക്കി. എന്നിട്ടോ തോൽവി നിങ്ങൾ മുന്നിൽ കാണുമ്പോ, ഒരു വലിയ പരാജയം നിങ്ങൾ മുന്നിൽ കാണുമ്പോ നിങ്ങളുടെ സ്ഥിരം ഏർപ്പാടാണിത്. പക്ഷേ അത് പാണക്കാട് തങ്ങളോട് വേണ്ട. മനസ്സിലായില്ലേ? നിങ്ങൾ വേദനിപ്പിച്ചത് പാണക്കാട് തങ്ങളെയാണെങ്കിലും നൊന്തത് മുറിവേറ്റത് മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തകരുടെയും മനസ്സിനാണ്. ആ മുറിവ് ഞങ്ങൾ ഉണക്കും. മരുന്ന് വെച്ച് കെട്ടിയിട്ടല്ല. ഏത് മുറിവാണോ, ഏത് തരം വേദനയാണോ ഞങ്ങളുടെ മനസ്സിനുണ്ടായത്, അതിനേക്കാൾ വലിയ മുറിവും വേദനയും മറ്റുള്ളവന്റെ അണ്ണാക്കിൽ ഉണ്ടാക്കിയിട്ട്, പ്രതികാരം ചെയ്തിട്ട്, പക തീർത്തിട്ട്, വഴി അതല്ല എന്നറിയാം, ക്ഷമയാണ് വഴി എന്നും അറിയാം. പക്ഷേ അങ്ങനെ ക്ഷമിക്കാൻ താല്പര്യമില്ല, അങ്ങനെ ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഈ പക അത് വീട്ടാനുള്ളത് തന്നെയാണ്. ലീഗുകാരനെ വേദനിപ്പിക്കാന്, ലീഗിന്റെ മക്കളുടെ മനസ്സിൽ മുറിവേൽപ്പിക്കാൻ നിങ്ങൾ ഉണ്ടാക്കിയ ആ ഫോട്ടോയുണ്ടല്ലോ, നിങ്ങൾ മോർഫ് ചെയ്ത് ഉണ്ടാക്കിയ, തല മാറ്റി വെട്ടിച്ചുണ്ടാക്കിയ ഏതോ തന്തയില്ലാത്ത, അഡ്രസ് ഇല്ലാത്ത ഏതോ തന്തയില്ലാത്തവൻ 3 പോസ്റ്റുകൾ മാത്രം ഒരു FB അക്കൗണ്ടിൽ, ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം തുടങ്ങിയിരിക്കുന്ന FB അക്കൗണ്ട്. എന്നിട്ട് മുതലക്കണ്ണീരുമായി ഇറങ്ങിയിട്ട് ആരെങ്കിലും ഇതിനെ അങ്ങ് സമാധാനിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഏത് പൊലിയാടിയ മക്കളാണെങ്കിലും ശരി, ഏത് തള്ളയുടെ മറ്റിടത്തു നിന്ന് വന്ന ഏത് പുന്നാര മക്കളാണെങ്കിലും ശരി, ഇത് ലീഗുകാരൻ്റെ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. നിങ്ങള് പാണക്കാട് തങ്ങളെ മാത്രമല്ല വേദനിപ്പിച്ചത്, നൊന്തത് ആ തങ്ങളുടെ ചെരുവരിൽ തൂങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിനെയാണ് നിങ്ങൾ വേദനിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു നിയമ നടപടി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പോലീസ് നടപടി കൊണ്ടോ ഇത് അവസാനിക്കില്ല. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവന് തെറ്റി. കാരണം ഈ വേദനക്ക്, ഈ മുറിവിന് മറുമരുന്ന് കണ്ടുപിടിച്ചിട്ടല്ലാതെ ഇനി അങ്ങോട്ട് വിശ്രമമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ കളിച്ചത് തീക്കളിയാ. ഈ തെമ്മാടിത്തരത്തിനെതിരെ, ഈ നെറികേടിനെതിരെ നിശിത വിമർശനങ്ങൾ ഉയരുന്നുണ്ട് മുഖ്യധാര രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന്. ജനം മുഖത്തടിച്ച് ആട്ടും എന്ന് ഉറപ്പായപ്പോൾ പലവിധ ഉടായ്പകളുമായിട്ടാണ് ഈ അന്തംകമ്മികൾ ഇറങ്ങിയിരിക്കുന്നത്. അതിലെ ഏറ്റവും ഹീനമായ ഒന്നാണ് മതേതര കേരളത്തിൻ്റെ നായകൻ പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള വ്യാജ പ്രചരണം. കാഫിർ സ്ക്രീൻഷോട്ട് കൊണ്ട് പഠിക്കാത്തവർ വീണ്ടും വ്യാജ നമ്പറുകളുമായി വരുമ്പോൾ കേരളം മുഖമടച്ച് മറുപടി പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പഴയ പല നേതാക്കളും മരിച്ചിട്ടും മരിക്കാതെ നിലനിൽക്കുന്നത് സഖാവ് കുമാരപിള്ളയും ആ തന്ത്രങ്ങളുമാണ്. 10 വർഷം നാട് ഭരിച്ചിട്ടും ഈ വ്യാജ സ്ത്രീ വിഷയങ്ങളല്ലാതെ വേറെ ഒന്നുമില്ലേ പറയാൻ? ഈ വൃത്തികേടിന് കൂടി ചേർത്ത് വിജയൻ സേനക്ക് നാട് മറുപടി പറയും. മതേതര കേരളത്തിൻ്റെ നായകനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു ചിത്രം കൂടി പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇത്രയും കാലം പാണക്കാട് തങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ലീഗുകാരനും പോയിട്ടില്ല. ആ വരച്ച വരക്കപ്പുറത്തേക്ക് ഒരു ലീഗുകാരനും കടന്നിട്ടില്ല. പക്ഷേ ഇപ്പൊ പറയുന്നു, പാണക്കാട് തങ്ങളെ അങ്ങയോടുള്ള എല്ലാ ബഹുമാനങ്ങളും ആദരവുകളും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാ, ഇത് ലീഗുകാരൻ ഒരു അനുസരണക്കേട് കാണിക്കാൻ പോവുകയാണ്. ഇത് ഏത് തന്തയില്ലാത്തവൻ ചെയ്താലും അവൻ്റെയൊക്കെ കരണം അടിച്ച് പൊട്ടിക്കുക തന്നെ ചെയ്യും, അവനെ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. ജനം പോളിംഗ് ബൂത്തിലൂടെ അവർ മറുപടി പറഞ്ഞേക്കാം. അവരുടെ സമ്മതിദാന അവകാശത്തോടു കൂടി ഇതിനെയൊക്കെയുള്ള മറുപടി ജനം കൊടുത്തേക്കാം. പക്ഷെ അതുകൊണ്ട് ഇത് തീരാൻ പോകുന്നില്ല, അതുകൊണ്ട് ഇത് തീരുകയും ചെയ്യരുത്. കാരണം മുറിവേറ്റിരിക്കുന്നത് പാണക്കാട്ടെ പട്ടാളത്തിന്റെ നെഞ്ചിലാണ്. പാണക്കാട് തങ്ങളെ വേദനിപ്പിക്കാൻ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യാജം, ഒരു കള്ളക്കഥ, ഒരു ദുഷിച്ച് നാറുന്ന, ചീഞ്ഞു നാറുന്ന, ഒരു മോർഫ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു ചിത്രത്തിന്റെ ബലത്തിൽ പാണക്കാട് തങ്ങളെ മൂക്കിൽ വലിച്ചു കയറ്റാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ കരുതിയവനും തായ്വാനിലിരുന്നും VPN ഉപയോഗിച്ചും വ്യാജമായിട്ടുള്ള IP അഡ്രസ്സുകൾ വഴിയും പടച്ചുണ്ടാക്കിയ ഈ പറയുന്ന പോസ്റ്റിന് അതിന് മറുപടി കൊടുത്തിരിക്കുക തന്നെ ചെയ്യും. തങ്ങൾ വിഷമിക്കരുത്. പാണക്കാട്ട് പട്ടാളം തങ്ങൾക്ക് അനുസരണ കാണിച്ചില്ല എന്ന് കരുതി തങ്ങൾ വിഷമിക്കരുത്. ഇത് അനുസരണക്കേട് കാണിക്കാനുള്ളതായിട്ട് തന്നെ ഞങ്ങൾ കരുതുകയാണ്. ബഹുമാനത്തോടെ ആദരവോടുകൂടി അങ്ങേക്ക് വേണ്ടി പാണക്കാട്ടെ പട്ടാളം ഇത് ഏറ്റെടുക്കുകയാണ്. ഏത് പുന്നാര മോനാണെങ്കിലും ശരി കൈകാര്യം ചെയ്യുമെന്ന് തന്നെ പറയാൻ ആവർത്തിക്കുകയാ.
അതിനിപ്പോൾ ദുബൈയിലിരുന്നിട്ടാണെങ്കിലും ശരി, ഖത്തറിലിരുന്നിട്ടാണെങ്കിലും ശരി, സൗദിയിലിരുന്നിട്ടാണെങ്കിലും ശരി, അല്ല വേറെ എവിടെ ഇരുന്നിട്ടാണെങ്കിലും ശരി, ഏത് VPN-ന്റെ സഹായത്തോടു കൂടി ചെയ്തതാണെങ്കിലും ശരി, ആ പുന്നാര മക്കളെ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ തന്നെ ഈ ഹരിത പതാക നെഞ്ചോട് ചേർത്ത പട്ടാളം, പാണക്കാട്ടെ പട്ടാളം തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അത്രയധികം നൊന്തിട്ടുണ്ട്. ഇത് തങ്ങൾക്ക് നൊന്തതിനേക്കാളേറെ തങ്ങൾക്ക് നൊന്തപ്പോ അതിലേറെ വേദന, അതിലേറെ രക്തം പൊടിഞ്ഞത്, അതിലേറെ രക്തം ചിന്തിയത് ഈ പാണക്കാട്ടെ പട്ടാളത്തിന്റെ മനസ്സിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തങ്ങളെ ഒരനുസരണക്കേട് കാണിക്കാൻ ഈ പട്ടാളം ഇറങ്ങി പുറപ്പെടുകയാ. പിണറായി വിജയന്റെ പോലീസ് കണ്ടുപിടിച്ചിട്ട് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തേണ്ട. പിണറായി വിജയന്റെ പോലീസ് കണ്ടുപിടിക്കണമെന്നും ഞങ്ങൾക്ക് വാശിയില്ല. ഇത് കണ്ടുപിടിക്കാൻ പാണക്കാട്ടെ പട്ടാളത്തിനറിയാം, കൈകാര്യം ചെയ്യാനും പാണക്കാട്ടെ പട്ടാളത്തിനറിയാം. അത് വേണ്ട വിധത്തിൽ പരിഗണിക്കുക തന്നെ ചെയ്യും. ഇതങ്ങനെ അവജ്ഞയോടുകൂടി തള്ളിക്കളയേണ്ട വിഷയമല്ല. പലരെയും ഞങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്, അന്വേഷിക്കുന്നുണ്ട്, കണ്ടുപിടിച്ചിട്ട് തന്നെ ബാക്കിയുള്ള കാര്യം. മക്കളെ അതങ്ങ് വിട്ടേക്ക് എന്ന് പാണക്കാട്ട് സാദിഖലി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങൾ വളരെ വിനയത്തോടു കൂടി എല്ലാ ബഹുമാനവും നിലനിർത്തിയിട്ട് ലീഗിന്റെ മക്കൾ തങ്ങളോട് പറയും, തങ്ങളെ ഇതിൽ മാത്രം ഈ മക്കള്, ഈ പടയാളികള്, ഈ പിൻഗാമികള്, ഈ അനുസരണയുള്ള ഈ പട്ടാളം ഞങ്ങളൊരു അനുസരണക്കേട് കാണിക്കാൻ പോവുകയാണ് തങ്ങളെ എന്ന് പറഞ്ഞ് തങ്ങളോട് പറഞ്ഞിട്ടാണ് ലീഗിന്റെ മക്കൾ ഇറങ്ങിയിരിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് ഒരു അനുസരണക്കേട് ലീഗുകാർ ചെയ്യാൻ പോവുക. ഇന്ന് വരെ ചെയ്യാത്ത ഒരു അനുസരണക്കേട് എന്തിന്റെ പേരിലാണെന്നറിയോ? ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നൊന്നതിന് നിങ്ങൾ കോറി വരക്കാൻ ശ്രമിച്ചത് പാണക്കാട്ട് തങ്ങളുടെ മനസ്സിനെയാണെങ്കിൽ നൊന്തതും വേദനിച്ചതും സാധാരണക്കാരായ പ്രവർത്തകരുടെ മനസ്സിനെയാ. ഈ വേദനയ്ക്ക് പകരം തീർക്കാൻ ഞങ്ങൾ ഒരു അനുസരണക്കേട് കാണിക്കാൻ പോവുകയാണ്. ആ അനുസരണക്കേട് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട തങ്ങളെ വേദനിക്കരുത്. പറഞ്ഞിട്ട് ഞങ്ങൾ അനുസരിച്ചിട്ടില്ല എന്നുള്ള വേദന അങ്ങയുടെ മനസ്സിലുണ്ടാവരുത്. ഇതിന് പകരം ചോദിക്കണം. ഇത് ചോദിച്ചിട്ട് തന്നെ ബാക്കി ഇനി കാര്യമുള്ളൂ, വിശ്രമമുള്ളൂ. തെരഞ്ഞെടുപ്പില് ഒരടി ജനം കൊടുക്കും, പക്ഷേ അവിടെ കൊണ്ട് തീരില്ല. ഇത് അങ്ങനെ തീർന്നാ പോരാ. അങ്ങനെയല്ല ഇത് തീരേണ്ടതും. ഇത് ഏതവന്റെ കൈകളിൽ നിന്നാണ് ഉണ്ടായത്, ഏതവന്റെ തലയിൽ നിന്നാണ് ഉണ്ടായത്, അവനെ കണ്ടുപിടിക്കും. ഇപ്പം ആരെങ്കിലും കരുതുന്നുണ്ടാകും പ്രൊഫൈൽ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് മുങ്ങിയ ഇതൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്ന്. നിങ്ങൾ പ്രൊഫൈലല്ല, പ്രൊഫൈലിൻ്റെ മുകളിൽ നിന്നെ തന്നെ കുഴിച്ചു മൂടേണ്ടി വരും. ഇത് മറക്കണമെങ്കിൽ ഉണ്ടാക്കിയവൻ വല്ല ആത്മഹത്യയും ചെയ്തിട്ട് മണ്ണിനടിയിൽ പോയി കിടക്കേണ്ടി വരും. അതല്ലാതെ ഈ തെരഞ്ഞെടുപ്പിലെ ഈ അന്വേഷണത്തെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ, ഇത് കാലം മാറി. ഞങ്ങളുടെ കൈകളിലും ടെക്നോളജിയും വേണ്ട വിധത്തിലുള്ള സിസ്റ്റവും ഒക്കെ കൈകളിലുണ്ട്. ഞങ്ങൾ പരാതി കൊടുത്തത് കേരള പോലീസ് അങ്ങോട്ട് മൂക്കിൽ വലിക്കുമെന്ന് കരുതിയിട്ടൊന്നല്ല. അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നുമില്ല. തങ്ങളെ ഒരാവർത്തി കൂടി പറയുകയാ, ഒരനുസരണക്കേട് തങ്ങളുടെ പിന്നിൽ നിൽക്കുന്ന, തങ്ങളുടെ വിരലിൽ തൂണുങ്ങുന്ന ഈ മക്കള്, ഹരിതപതാക നെഞ്ചിലേറ്റിയ സാധാരണക്കാരൻ, അവരൊരു അനുസരണക്കേട് കാണിക്കാൻ പോവുകയാണ്. കണ്ടുപിടിച്ച് തെരഞ്ഞു പിടിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അതേത് പുന്നാര മോനാണെങ്കിലും ശരി. ഈ കളി അത് നിങ്ങളുടെ ശവപ്പെട്ടിയിലെ അവസാന ആണിയടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കളിയാണ്. ആ കളി അങ്ങനെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. അതിനപ്പുറം ഈ കളി തീരില്ല. ഒരു കോംപ്രമൈസും ഈ വിഷയത്തിൽ ഉണ്ടാവില്ല.